അള്ളാഹു പറഞ്ഞത് എത്ര സത്യാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മുൻഗണന കൽപ്പിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിനാണ്. ആഖിറം അതാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഇബും ലഹുവും വലഇബ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും മാത്രമാണ്. വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. പരലോക ഭവനം അതാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ. അവരറിയുന്നവരാണെങ്കിൽ. അപ്പം ഇത് ജീവിതമേ അല്ല, അത് നമ്മളെ മനസ്സിലാണ് പതിയണം. ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിപ്പോയി എന്ന് വിചാരിക്കണ്ട. ഞാൻ അത്ര നേടി, ഞാൻ ഇത്ര നേടി, ഞാൻ ഗൾഫിൽ പോയി, ഞാൻ അങ്ങനെ സംഭവിച്ചു, ഞാൻ ഷട്ടർ വലിച്ച്, ഞാൻ ബിസെടുത്ത്, ഞാൻ എന്നിട്ട് എന്ത് നേടി? ഇതൊക്കെ നീ കാണുന്നൊക്കെ എൻ്റെതാണ്, ഈ ബിൽഡിംഗ് ഒക്കെ എൻ്റെതാണ്, ഇത്രയും ഏക്കർ സെന്റ് എൻ്റെതാണ്. എന്നിട്ട് എന്താ ഇത് പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക? 3 ലക്ഷം തുണി, 6 അടി മണ്ണ്, എന്തെങ്കിലും കൊണ്ടുപോവുക. വേറെ നീ ചെയ്ത അമലുകൾ കൊണ്ടുപോകും, നീ അതുവരെ പാലിച്ചു പോന്ന വിശ്വാസങ്ങൾ കൊണ്ടുപോകും. അതല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഇവിടെ എന്തെങ്കിലും നേടിയാൽ വലിയ നേട്ടമായി എന്നാരും വിചാരിക്കണ്ട. ഇവിടെ കിട്ടാതെ പോയതിൽ ആരും സങ്കടപ്പെടണ്ട. ഞാൻ എത്ര കാലം എനിക്ക് പൊരയില്ല, ഞാൻ എത്ര കാലം എനിക്കൊരു സ്ഥിര വരുമാനമല്ല, ഞാൻ എപ്പോഴും വാടക വീട്ടിലാണ് പാർക്കണത്. എന്തിനാ സഹോദര സങ്കടപ്പെടുന്നത്? എന്താ ഇപ്പോൾ ഇത്ര വലിയ വിഷമം? ഒരു വിഷമത്തിൻ്റെ ആവശ്യമല്ല. അതിലൊന്നും ഇവിടെ കിട്ടിയത് വലിയ കിട്ടിയതായിരുന്നു, ഇവിടെ പോയാൽ വലിയ പോക്കായിട്ടും നിങ്ങൾ കരുതേണ്ടതില്ല. കിട്ടേണ്ടത് അവിടെയാണ്, പോകാൻ പാടില്ലാത്തത് അവിടെയാണ്. അവിടെ പോയാൽ പോക്ക് തന്നെയാണ്. അവിടെ കിട്ടിയാൽ അതാണ് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് ആ നിലക്ക് നമ്മളെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കണം. നിങ്ങൾ നോക്കുക, ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളെ പറ്റി തന്നെ എടുത്തു നോക്കിയാൽ, മുസ്ലിമീങ്ങൾ തന്നെ തൗഹീദുണ്ടെന്ന് പറയുന്ന ആളുകളെ തന്നെ എടുത്തു നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ഹറാമും ഹലാലും നോക്കാതെ എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന ഒരു ചിന്താഗതി, എങ്ങനെയും പണം ഉണ്ടാക്കുക, എന്നിട്ട് ആവുന്നത്ര സുഖിക്കുക, അതാണ് പൊതുവെ ആളുകളുടെ ചിന്ത. പണം ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ ഹറാമും ഹലാലൊന്നും നോക്കിയാൽ അതൊന്നും ഇപ്പോൾ ഇക്കാലത്ത് നടക്കൂല. കുറച്ചൊക്കെ കണ്ടിമ്പീറ്റ്, പിന്നെ കുറച്ചൊക്കെ പൈസ ആയിട്ട് കുറച്ച് പള്ളിക്കും കുറച്ച് മദ്രസക്കും കുറച്ച് ദീനീ പ്രവർത്തനത്തിനും ഒക്കെയാണ് കൊടുത്താൽ നമ്മളതിന് ക്ലിയറായി ഇടയ്ക്ക് ഒരു ഹജ്ജിനൊക്കെ പോയി ഒരു ഉംറയൊക്കെയാണ് ചെയ്ത് ഒക്കെ കഴുകി കളഞ്ഞ് അങ്ങനെ ആളുകൾ ചിന്തിക്കണത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് നിങ്ങൾ 100 റുപ്യ നേടിയിട്ട് നിങ്ങളെ 1 റുപ്യ പോലും അള്ളാഹയിൽ ആവശ്യമില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു വിശിഷ്ടനാണ്, വിശിഷ്ടമായത് മാത്രമേ അവൻ സ്വീകരിക്കുള്ളൂ.